ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ guys, ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് iPhone 13 Proൻ്റെ റിവ്യൂ ആണ്. ഇപ്പോൾ 2025 നിങ്ങളൊരു ഐഫോൺ എടുക്കണം, അത്യാവശ്യം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 45 to 50K ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഐഫോൺ എടുക്കണം എന്നുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ് iPhone 13 Pro. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് iPhone 13 Proൻ്റെ റിവ്യൂ ആണ്. സോ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് പ്രൈസുമായിട്ടും ഇതിൻ്റെ സ്പെക്കുമായിട്ടും ഈ ഒരു ടൈം റേഞ്ചുമായിട്ടും കമ്പയർ ചെയ്യലാണ്. ഓൾറെഡി ഇതിൻ്റെ സ്പെക്ക്, ഫീച്ചേഴ്സ്, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും റിവ്യൂ വന്നതാണ്. ഇപ്പോൾ ഉള്ള സമയത്തും നമ്മളിതിൻ്റെ പ്രൈസ് ഡ്രോപ്പായ സമയത്തും ഇനി ഉള്ള മോഡൽസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് ഈ ഒരു ഡിവൈസ് വെർത്താണോ, അതിനുള്ള ഒരു വാല്യൂ ഉണ്ടോ, നിങ്ങൾ ഇനി ഈ ഒരു ഡിവൈസ് കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ഫ്യൂച്ചറിലോട്ട് നോക്കുന്ന സമയത്തും നിങ്ങൾക്കത് ബെറ്റർ ഓപ്ഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മളെല്ലാ വീഡിയോയിലും ചെയ്യുന്നത് പോലെ തന്നെ ഈ ഡിവൈസ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി 5 കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ഡിവൈസിൻ്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി, ലുക്ക്, അപ്പിയറൻസ്, ഡിസൈൻ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ ക്യാമറ, ബാറ്ററി ആൻഡ് ഫൈനലി ചിപ്സെറ്റ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു യൂസ്ഡ് ഫോൺസിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ സിമ്പിളായിട്ട് തീർക്കുക എന്നാണ് എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ എയിം. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ഡിസൈൻ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 45 to 50K സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിവൈസ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അതിനുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും തീർച്ചയായിട്ടും ലഭിക്കണം. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഡിവൈസാണ് iPhone 13 Pro. iPhone 12 മുതൽ സെറാമിക് കോട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. നിങ്ങൾ ഐഫോണിൻ്റെ ഡ്രോപ്പ് ടെസ്റ്റ് ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എടുത്ത് നിൽക്കുന്ന ആ ഒരു ക്വാളിറ്റി തന്നെയാണ്. അത് സെറാമിക് കോട്ടിംഗ് ഉള്ള എല്ലാ ഡിവൈസുകൾക്കും ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. iPhone 12 ശേഷമുള്ള എല്ലാ ഡിവൈസുകൾക്കും ആപ്പിൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള 16 Pro Max വരെയുള്ള ഡിവൈസുകൾ സെയിം ക്യാമറ ബമ്പ്, ആ ഒരു ക്യാമറ ബമ്പ് എടുത്ത് നിൽക്കുന്ന ഡിസൈൻ ആദ്യമായിട്ട് വന്നത് 13 Pro മുതലാണ്. ഇപ്പോഴും 13 Proയിൽ ആ ഒരു ഡിസൈൻ തന്നെയാണ്. ചില സമയത്ത് ചില സ്ഥലത്തൊക്കെ ബോക്സി, കർവ്ഡ് അങ്ങനെയുള്ള ഡിഫറൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു ഡിവൈസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോഴും മികച്ചു നിൽക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. അത്യാവശ്യം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല. നമ്മൾ 11 Pro 12 Pro കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ ബെറ്ററായി നിൽക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് iPhone 13 Pro ഉള്ളത്. ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റ് ഡിവൈസുകൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നല്ല ക്വാളിറ്റി ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.1 ഇഞ്ചിൻ്റെ ഒരു OLED XDR വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ 120 Hz ആദ്യമായിട്ട് കൊണ്ടുവന്ന iPhone 13 Proയിലാണ്. അത്യാവശ്യം നല്ല ഒരു ഡിസ്പ്ലേ തന്നെയാണ് iPhone 13 Proയിലുള്ളത്. ഇത് നമ്മൾ പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാല്യൂ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. മുമ്പൊക്കെ iPhone 13 Pro 13 സീരീസിലൊക്കെ ആ ഒരു ഗ്രീൻ ലൈൻ വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ആ ഇഷ്യൂ അല്ലാണ്ട് കണ്ടുവന്നിട്ടില്ല. അതൊക്കെ ഓൾറെഡി ഫിക്സ് ആയിട്ടുണ്ടായിരിക്കും. എങ്കിലും ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ വെർത്താണ്. നല്ല രീതിയിലുള്ള കളർ ആക്യുറേറ്റും ഇതിൻ്റെ ഒരു HBM ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1000 nits, പീക്ക് ബ്രൈറ്റ്നസ് 1200 nits വരെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അത് 120 Hz ആപ്പിൾ ആദ്യമായിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിസ്പ്ലേ തന്നെയാണ്. ആ ഒരു 120 Hz നമുക്ക് എടുത്ത് ഫീൽ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് iPhone 13 Proൻ്റെ. ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് ബെറ്ററാണ്. നിങ്ങൾക്ക് അതിനുള്ള വാല്യൂ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. 6.1 ഇഞ്ച് എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഒരു കോമ്പാക്റ്റ് ഫോൺ വേണം, കോമ്പാക്റ്റ്നെസ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും iPhone 13 Pro ചൂസ് ചെയ്യാം. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ഐഫോണിൻ്റെ നല്ലൊരു കിഡിലൻ പ്രോ മോഡൽ ഐഫോണാണ് iPhone 13 Pro. പിന്നെ നമ്മൾ ഡിവൈസിൻ്റെ ക്യാമറയിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹ്യൂജ് ബമ്പ് കൊണ്ടുവന്ന ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡൽ iPhone 13 Pro സീരീസിലാണ്.
നമുക്ക് 48 MB മെഗാ പിക്സലിൻ്റെ ആ ഒരു ക്യാമറ ക്ലാരിറ്റി, ആ ഒരു കാര്യങ്ങൾ, ആ ഒരു ഫെസിലിറ്റി ഇവിടെ ലഭിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഇപ്പോഴും നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്ന ക്യാമറ തന്നെയാണ്. ഇപ്പോഴും ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല, ഇപ്പോഴും ഓൾഡ് ആയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ലൈറ്റിംഗ് ഉള്ള സമയത്ത്, പ്രത്യേകിച്ച് ലൈറ്റിംഗ് ഉള്ള സമയത്ത് നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഫോണാണ് ഐഫോൺ 13 Pro. പ്ലസ് നമുക്ക് എടുത്ത് പറയേണ്ടത് സിനിമാറ്റിക് കാര്യം. സിനിമാറ്റിക് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഫീച്ചർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഐഫോൺ 13 Proയിലാണ്. എന്തുകൊണ്ടും ഇതിൻ്റെ ക്യാമറ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു 50K ഉള്ളിലുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഐഫോൺ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐഫോൺ 13 Pro ഓപ്റ്റ് ചെയ്യാം. ഞാനീ പറഞ്ഞ 3 കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ഐഫോൺ 13 Pro എന്ന് പറയുന്നത് വെർത്ത് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഇതിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി അതിൻ്റെ പ്രോൺസും ക്രോൺസും അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഡിവൈസ് ചൂസ് ചെയ്യുക. നമുക്ക് ബാറ്ററിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 3095 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. പ്രോ മോഡൽ നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കും, ചെറിയ ബാറ്ററിയാണ്. അപ്പോൾ അതിനുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് നമ്മൾ ഈ ഡിവൈസിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ എസ്പെഷ്യലി നമ്മൾ ഐഫോൺ 12 Pro ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാർ ബെറ്ററാണ് ഐഫോൺ 13 Proൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. എനിക്ക് ഐഫോൺ 13 Pro യൂസ് ചെയ്തതിൽ വെച്ച് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്, ഐഫോൺ 13 Proയിൽ കുറച്ചും കൂടെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. പിന്നെ കാര്യം നമ്മൾ എടുത്ത് നോക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ എടുക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുക. നിങ്ങൾ എടുക്കുന്ന ഡിവൈസ് ഒരു 85 to 90 എന്തായാലും ബാറ്ററി ഹെൽത്തുള്ള ഡിവൈസുകൾ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പിൽ കാര്യമായിട്ടുള്ള ആ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ഈ ഒരു ഡിവൈസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷം ആകാറായിട്ടുണ്ട്. ചില ഡിവൈസുകളിലൊക്കെ ബാറ്ററി മാറ്റിയതായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഡിവൈസ് ഒരു 85 to 90 ബാറ്ററി ഹെൽത്തുള്ള ഡിവൈസുകൾ എടുക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു 3 to 4 hours ഒക്കെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. ബാറ്ററി എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം അത്യാവശ്യം കുറച്ചൊക്കെ ഒരു ഹെവി യൂസ് ആണെങ്കിൽ 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഐഫോണിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നെഗറ്റീവ് അല്ല, പക്ഷേ എങ്കിലും ബാറ്ററിയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത്. എന്നാലും നിങ്ങൾ എടുക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് അനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഈക്വൽ ഒരു കാര്യമാണ് അവിടെ വരുന്നത്. എന്തായാലും നമുക്ക് 3095 mAh ബാറ്ററി ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിവൈസ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഡിവൈസിൻ്റെ ചിപ്സെറ്റിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ A15 ബയോണിക് ചിപ്സെറ്റാണ് 5 nanometer. അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഗെയിം കളിക്കുന്ന സമയത്തും PUBG കളിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഉള്ള ഐഫോൺ 16 Pro വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ഏകദേശം ഒരു 80% എങ്കിലും നമുക്കൊപ്പം നിൽക്കുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ്, ഒരു പെർഫോമൻസ് തന്നെയാണ് ഇപ്പോഴും ഐഫോൺ 13 Proയിൽ ഉള്ളത്. അത് ആപ്പിളിൻ്റെ ഒരു എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് തന്നെയാണ്. കാരണം ഇത്രയും ഓൾഡ് ആയിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇപ്പോഴും ഐഫോൺ 6s 7 വരെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പിന്നെ 13 Proൻ്റെ കാര്യം പറയേണ്ട കാര്യമല്ല. 6GB RAM നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനും റൺ ചെയ്യാനും നിങ്ങൾക്ക് ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഐഫോൺ 13 Pro. പിന്നെ നമ്മളിതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നോക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ ഫ്യൂച്ചറിലോട്ട് നോക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്കൊരു 3 to 4 എന്തായാലും ഒരു 3 വർഷമെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മോഡലാണ് ഐഫോൺ 13 Pro. കാരണം ഇപ്പോഴും ഐഫോൺ 10s സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇനി 11 Pro 12 Pro സ്റ്റോപ്പ് ആയാലുള്ള 13 Proയിലോട്ട് വരിക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ട് കൺസേൺ ആവേണ്ട ഒരു കാര്യമല്ല. ഐഫോൺ 13 Pro നിങ്ങൾക്ക് എന്തുകൊണ്ടും വെർത്ത് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു ഡിവൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഡിവൈസാണ് കിട്ടുന്നതെങ്കിൽ, നല്ലൊരു ഡീലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐഫോൺ 13 Pro നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ നീഡ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഡിവൈസ് എടുക്കാൻ നോക്കുക. ഈ ഒരു ഡിവൈസിൽ 6.1 ഇഞ്ചിൻ്റെ ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്, ഡൈനാമിക് ഐലൻഡും കാര്യങ്ങളും അല്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്ത്
നിങ്ങൾ ഈ ഒരു ഡിവൈസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിവൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഓക്കെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നല്ലൊരു ഡിവൈസാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഡിവൈസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് ഒരുപാട് മിക്സ് ചെയ്തിട്ടല്ല എൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നേ കരുതുന്നു. എന്തായാലും ഞാൻ ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ വളർന്ന് വരുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇതുവരെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കാരണം ഇട്ട വീഡിയോസൊക്കെ അത്യാവശ്യം ഒരു വ്യൂസ് ലഭിച്ചിട്ടുണ്ട്. ആ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അതിനെന്തായാലും എല്ലാവരും വലിയൊരു താങ്ക്സ് പറയുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ എനിക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള എനിക്ക് കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ